ഹലോ, വെൽക്കം ടു അർമേനിയ. ഇത് നമ്മളുടെ 3ാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഞാനും ഹഫീസും മാത്രമുള്ളൊരു ട്രിപ്പാണ്. സോ ദിസ് ഈസ് ക്വൈറ്റ് സ്പെഷ്യൽ ഫോർ അസ്. അപ്പം അതുകൊണ്ട് തന്നെ ഐ ട്രൈ ടു ക്യാപ്ചർ നമ്മൾക്ക് കണ്ണിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ഐ ട്രൈ ടു ക്യാപ്ചർ. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. സോ ലെറ്റ്സ് കീപ് വാച്ചിങ്. ഇതൊക്കെ ഒരു സെമിത്തേരിയാണ്. സ്കൈസ് ആണ്. നമ്മൾ ആക്ച്വലി ദുബായിൽ നിന്ന് വരുമ്പോൾ മഴ ഉണ്ടാവുന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്കിങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇറങ്ങിയ പാട് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതേപോലെ വെയിലിൻ്റെ ഇടയിലൊരു മഴ. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ മഴയൊന്നും ഇല്ല. ഇറ്റ്സ് ക്യൂട്ട്. ഒരു സൈഡിൽ കുറേ വലിയ മലനിരകൾ. ഞങ്ങൾ ഒരു നല്ലൊരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വി റീച്ച്ഡ് എ പ്ലേസ് കോൾഡ് ഗർണി. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരു എയർബിഎൻബിയിലാണ്. ഈ എയർബിഎൻബി ഒരു വലിയ വീട്ടിൽ കുറച്ച് റൂംസ് ആണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഗാർഡൻ ആണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കുറേ ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഉള്ളൊരു ഗാർഡൻ. അതിൻ്റെ നടുക്ക് കുറച്ച് ടേബിൾ സെറ്റിങ്സ്. ഇവിടെയാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാം. നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ടുകൊണ്ട് തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഈ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഈ ഗാർഡനിലൊക്കെ ഒന്ന് ചില്ല് ചെയ്തിട്ട് റൂമിൽ പോയി ഉറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് നാളെ കാണാം. സീ യു. ഗുഡ് മോർണിംഗ്. We just woke up. This is our morning view. നമ്മളുടെ റൂമെന്ന്. It's cute and look at that. എന്താണെന്നറിയില്ല, തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ ഇത് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ക്രിസ്മസ് ട്രീക്ക് ബോബിൾസൊക്കെ ഇട്ട പോലെയാണിത്. ആകാശത്തിൽ ഫുള്ള് ബോബിൾസൊക്കെ വെച്ച പോലെ. എന്ത് പ്രിറ്റിയല്ലേ കാണാൻ. നാളെ ഇവിടെ അർമേനിയൻ നാഷണൽ ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്തായാലും അടിപൊളിയായി. ഇനി നമ്മൾ ഇപ്പോൾ സമയം 7:30 എന്തോ ആയി. നമ്മളിനി ഒന്ന് താഴെ പോയി നടന്ന് വന്നിട്ട് അപ്പോഴേക്കും പോലെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ ഒരു ഹിച്ച് ഹൈക്കറുണ്ട്. സോ സണ്ണി. ആക്ച്വലി ഈ ട്രിപ്പിന് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഞാനൊരു സണ്ണി പേഴ്സൺ അല്ല. ഞാൻ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് UAE നിന്ന് പുറത്ത് വരുന്നത്. അപ്പോൾ വേറെ സ്ഥലത്ത് ഞാനിങ്ങനെ നല്ല സണ്ണി വെതറൊക്കെ കാണുമ്പോൾ എനിക്ക് മൂടി വെതറാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ റിയാലിറ്റി. ഹായ്. ഇനിയിപ്പോൾ നമ്മൾ ലേക്ക് സെവാനിലെത്തിയിട്ടുണ്ട്. This is the place. It's so nice. കുറേ സ്റ്റെപ്പ് കയറി. എനിക്ക് സൗണ്ടില്ല. ഞാൻ ബ്രീത്ത് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടുന്നു. പക്ഷേ
This is somebody who we met on our way. I myself somebody. Yeah, who's the somebody? So this is Rohan. This is Hafiz, you know. Rohan was traveling from Azerbaijan, Georgia, Baku, now Armenia. So we picked him up from somewhere along the route. Now he's with us. I met these beautiful souls on the Right. way. Yeah. They were really helpful. Yeah, so kind and nice. Hi. We are now in somewhere in Sevan. It's so nice. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ട്രൂ ഓട്ടം സാധനം എനിക്ക് കിട്ടണേ. ആൻഡ് ഐ എം സോ ഹാപ്പി. ഞാനിതുവരെ ഇങ്ങനെ ഇത്രയും ഒരു ഫോൾ ലീഫ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു മേപ്പിൾ ലീഫ് പോലത്തെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. ഐ എം സോ ഗ്ലാഡ്. അവിടുന്ന് നമ്മൾ ഇനി ഡിലിജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. ആൻഡ് ദിസ് ഇസ് ദ ഹൈവേ. അപ്പോൾ വി വിൽ ഹാവ് ഈ ഒരു ലേക്ക് സെവാൻ കോസ്റ്റ് ലൈൻ ഓൾ ദ വേ ടു ഡിലിജ്. ആൻഡ് ഐ ഹോപ്പ്ഫുള്ളി ഇറ്റ് ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഇറ്റ് ഈസ്. ലെഫ്റ്റ് ഫ്രം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹിച്ച് ഹൈക്കറിനെ ഇറക്കി വിട്ടു. ബാക്ക് ഇൻ ദ കാർ നമ്മൾ ഡിലിജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് സോ നൈസ്. ഡിലിജനിൽ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ വി തോട്ട് വി മസ്റ്റ് ട്രൈ ഇവിടുത്തെ സീ ഫുഡ് ബിക്കോസ് ദിസ് ഇസ് ദ ഫ്രഷ് വാട്ടർ. അപ്പോൾ ഇവിടുത്തെ സീ ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടാവാനാണ് ചാൻസ്. അങ്ങനെ ഫിഷൊക്കെ ഓർഡർ ചെയ്ത് വന്നു. അപ്പോൾ എന്തോ ഒരു ബ്രെഡ് കഴിച്ചതിൻ്റെ ഒരു കോലമാണ് ഈ കാണുന്നത്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ദ ഫുഡ് വാസ് റിയലി ഗുഡ് സർപ്രൈസിംഗ്ലി. ആൻഡ് ഓൾസോ ദ വെദർ വാസ് ക്വയറ്റ് കോൾഡ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം എന്നായിരുന്നു. ഇതാണ് ഇവിടുത്തെ ദേശീയ ബ്രെഡ്. ഇത് എവിടെ പോയാലും കൊട്ട കണക്കിന് തരും. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. It was really good. And wait a minute. Do you hear the sound of rain in the background? നമ്മൾ ആ മഴയത്ത് നടന്നിട്ടാണ് നമ്മളുടെ ഈ എയർബിഎൻബിയിൽ എത്തിയത്. സത്യം പറയാലോ, നമ്മൾ ഇത്രയും കാലം നിന്ന എയർബിഎൻബിയിൽ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർബിഎൻബി ആണിത്. ഇത് ഒരു കപ്പിൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അവർക്കിവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ നിയർ ബൈ ഏരിയയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു ഡിന്നർ കഴിച്ചു. ഡേ 2 is ഖത്തം. ഇനി നമുക്ക് ഉറങ്ങാം. Hi, welcome to day 3 in Diligent.
ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഡിലിജനിലാണ്. ആൻഡ് ഇറ്റ്സ് സോ കോൾഡ് ആൻഡ് റെയിനി. ഒരു വെറ്റ് മോർണിംഗ് ആണ്. വി woke up to birds chirping, the sound of rain, and there's a stream right behind us. അപ്പോൾ അതിൻ്റെ മ്യൂസിക്, ഇറ്റ് വാസ് സോ നൈസ്. ഒരു വി ഫെൽറ്റ് ലൈക്ക് നമ്മളൊരു ഫെയറി ടെയിലുള്ള പോലെ. രാവിലെ വെൻ വി woke up നമ്മളെ ബെഡിൻ്റെ നേരെ സൈഡിലാണല്ലോ വിൻഡോ. അപ്പോൾ ആ വിൻഡോയിൽ കൂടി വി കുഡ് ഹിയർ ഈ നോയ്സും പിന്നെ ബേർഡ്സ് ഫ്ലൈങ്, പിന്നെ ഈ യെല്ലോ ആൻഡ് മൾട്ടി കളേർഡ് ലീവ്സ് ഓൺ ട്രീസ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കില്ല ചില സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇന്ന് എനിക്ക്. നമ്മളിവിടെ വരാൻ കാരണം എന്ന് അങ്ങനെ കാരണമല്ല, ഇറ്റ് വാസ് ലൈക്ക് വി വർ ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം അവർ റിയൽ ലൈഫ്. ദിസ് വാസ് ലൈക്ക് ഒരു എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. പക്ഷേ ഐ എം ഗ്ലാഡ് ദിസ് ഇസ് വർക്കിംഗ് ബിക്കോസ് ദ ഫസ്റ്റ് ഡേ ആസ് യു നോ നമ്മളൊന്നും ചെയ്തില്ല. ആൻഡ് ഐ വാസ് പ്രിറ്റി ഡിപ്രസ്ഡ് ബിക്കോസ് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ പ്ലാൻ ഇറ്റ് ഡസൻറ്റ് വർക്ക് ഔട്ട്. ഐ ഡോണ്ട് ക്വൈറ്റ് ലൈക്ക് ഇറ്റ്. പക്ഷേ യെസ്റ്റർഡേ വാസ് ഫൺ. Today started off fun. We had breakfast with a beautiful couple. It was a community breakfast പോലെയായിരുന്നു, and it was very nice. അത് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ now we are back. നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇത്രയും നല്ലൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇനി തിരിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു ടോപ്പ് സ്ഥലമായ അലവർദി അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോവാണ്. ജസ്റ്റ് നമ്മൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വി സ്റ്റാർട്ടഡ് ഫ്രം റൈറ്റ് അറ്റ് യെരവാൻ. പക്ഷെ അന്ന് അവിടെ നിന്നില്ല. എന്നുവെച്ചാൽ ഗർണിയിൽ പോയി, ഗർണിയിൽ നിന്ന് സെവാൻ ടു ഡിലിജൻ, ഇനി ഡിലിജൻ ടു അലവർദി, പിന്നെ ഗ്യുംരി, പിന്നെ യെരവൻ. അങ്ങനെയാണ് നമ്മളുടെ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി യെരവനിലെത്തും. ഇനി ജേർണി കാണാം. ഓക്കെ. നമ്മള് ഫസ്റ്റ് ഡേ നമ്മൾ വന്നത് കോർവിറാപ്പിൽ പോയി. പക്ഷെ ആ ഒരു ഡ്രൈവ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് നല്ല വെയിലായിരുന്നു, അതുപോലെ തന്നെ ചൂടും ഉണ്ടായിരുന്നു. പിന്നെ ഒരു അത്ര അങ്ങനെ കിടിലം പോലത്തെ ഒരു ഡ്രൈവ് പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ റൈറ്റ് നൗ ആ ഫസ്റ്റത്തെ ഡേ ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ ഇസ് നൈസ്. ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ചേഞ്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മരങ്ങളുണ്ട്, കുറേ മലകളുണ്ട്, കുറേ കളേഴ്സ് ഉണ്ട് ഇൻഫാക്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു എന്താ കൂൾനെസ് ടു അവർ ഐസ് എന്നൊക്കെ പറയുന്ന പോലെ. ഹലോ. നമ്മൾ അങ്ങനെ അലവർദിയിലെ ഒരു മൊനാസ്ട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് ഹഖ്ബത്ത് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈ മൊനാസ്ട്രി. ഇവിടുന്ന് ഈ മൊനാസ്ട്രിയിലേക്ക് ആൾക്കാർ വരുന്നത് ഇതിൻ്റെ ഭംഗി കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇതൊരു ഭയങ്കര ടോപ്പിലുള്ളത്. സോ ഇവിടെ നിന്നുള്ള വ്യൂ ഇസ് സ്റ്റണ്ണിങ്. ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഓൾമോസ്റ്റ് ജോർജിയൻ്റെ ബോർഡറിലായിട്ടാണ് ഉള്ളത്. ഈ മലകളുടെ എല്ലാം അപ്പുറത്ത് ജോർജിയ ആയിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി ഇവിടുന്ന് ഈ ഒരു വ്യൂ കണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഫുൾ വാലീസാണ്. അത് അവിടെ കാണുന്നതാണ് അലവർദി ടൗണ്, ഐ മീൻ ആ ഒരു വില്ലേജ്. പിന്നെ അപ്പുറത്ത് വേറൊരു വാലി. അങ്ങനെ അതിൻ്റെ ഒരു ടോപ്പ് പോയിന്റിലാണ് ഈ ഒരു മൊനാസ്ട്രി ഉള്ളത്. ആൻഡ് ഇറ്റ്സ് ഹ്യൂജ്. നമ്മൾ ഇത്രയും ദിവസം കണ്ടതിൽ ഒരു വലിയൊരു മൊനാസ്ട്രി ആണ്. ഈ സ്ഥലം നമുക്ക് പറഞ്ഞു തന്നത് ഇത് എത്രത്തോളം വീഡിയോയിൽ കിട്ടും നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു ഏരിയ ഇല്ലേ, നടുക്ക് കാണുന്ന ആ ഏരിയ, അവിടെ മാത്രം ഒരു സൺലൈറ്റും ഒരു ഭയങ്കര. നമ്മൾ എയർബിഎൻബിയിൽ ഒരു കപ്പിളിനെ പരിചയപ്പെട്ടു. ആ കപ്പിളാണ് നമ്മൾ പറഞ്ഞെങ്കിൽ അലവർദിയിൽ പോവുകയാണെങ്കിൽ ഗോ ടു ദിസ് പ്ലേസ്. And I think it's worth it. Yeah, it's beautiful. It's very nice.
നേരത്തെ നല്ലൊരു ഡ്രൈവിന് ശേഷം വി ഫെൽറ്റ് ലൈക്ക് വി നീഡ് എ ബ്രേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു കാഫേ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി. കാഫേ കയറി ഒരു നല്ല ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം വി കണ്ടിന്യൂഡ് ആർ ജേർണി ടു Yerevan. Out of all the drives we did, this felt the longest. അപ്പം നമ്മൾ രണ്ടുപേരും നല്ല ടയേർഡായി. ഇനി നമുക്ക് യെരവനിൽ വെച്ച് കാണാം. See you. Good morning. Welcome to day 4 in Yerevan. ഞങ്ങളിതാ യെരവൻ സിറ്റി സെൻറ്ററിലാണുള്ളത്. വി ആർ സ്റ്റേയിങ് അറ്റ് റിപ്പബ്ലിക് സ്ക്വയർ. നമുക്ക് ഇവിടെ തന്നെ ഒരു നല്ലൊരു ഹോട്ടൽ വളരെ നല്ല റീസണബിൾ പ്രൈസിന് കിട്ടിയപ്പോൾ വി വർ വെരി ഹാപ്പി. ഇന്നലെ രാത്രി ഞങ്ങൾ എത്രയും ഞങ്ങളുടെ കാർ ഞങ്ങൾ തിരിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് വി ഹാവ് ദ ഹോൾ ഡേ ഇൻ യെരവൻ. വൈകുന്നേരം 6 o'clock ആകുമ്പോൾ എയർപോർട്ടിൽ പോകണം. അപ്പോൾ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ആർ ട്രിപ്പ്. അപ്പോൾ ഇന്ന് വി ഹാവ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് ആൻഡ് വി ആർ എക്സൈറ്റഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മളൊരു റോഡ് സൈഡിലുള്ള ഒരു കാഫേയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഒരു ക്യൂട്ട് ലിറ്റിൽ കാഫേ. ഇവിടെ എന്തോ ട്രിപ്പ് അഡ്വൈസിൻ്റെ റേറ്റിംഗ് കണ്ടപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. ഞാനിങ്ങനെ കുറേ നോക്കി ഇവിടെ അടുത്ത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഇതിൻ്റെ നേരെ താഴെയാണിത്. അപ്പോൾ കോഫി വന്നു. വലിയ പോരാ, ഇനിയിപ്പോൾ ക്രൊസോൺ വരും. ക്രൊസോൺ ഐ ആം എക്സൈറ്റഡ് കാരണം ഇവിടെ നല്ല മണമുണ്ട്, ഒരു ബേക്കറീൻ്റെ മണം. അപ്പോൾ ക്രൊസോൺ വരുന്നുണ്ട്. പിന്നെ ഷക്ഷൂക്ക മാത്രമേ ഉള്ളൂ നമുക്കിവിടെ. ഒരു വെജിറ്റേറിയൻ എന്നല്ല, കുറച്ചൊരു മീറ്റ്ലെസ് ഓപ്ഷനായിട്ട് അത് മാത്രമേ. സോ വി ഓർഡേർഡ് ദാറ്റ് ആസ് വെൽ. ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഹായ്, ക്രോസോൺ വന്നു. എൻ്റെ ലൈഫിൽ ഇത്രയും കാലം കഴിച്ചാൽ ഏറ്റവും നല്ല ക്രോസോൺ അതായിരുന്നു. അത് കണ്ടിട്ടുള്ള ആവേശത്തിൽ ഞാനത് മുഴുവൻ തിന്നു തീർന്നു. പിന്നെ അതേപോലെ ഷക്ഷൂക്ക വന്നു. ദിസ് ഇസ് വാട്ട് ആർ പ്ലേറ്റ്സ് ലുക്ക് ലൈക്ക് റൈറ്റ് നൗ. ഷക്ഷൂക്ക എനിക്ക് നോർമലി ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ടേസ്റ്റ്. ഐ തിങ്ക് ആ ഒരു വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഫ്രഷ്നെസ് ആണ് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് എ ചേഞ്ച്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വാസ് വെരി യമ്മി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ക്രോസോൺ ഇങ്ങനെ ഭയങ്കര ഫ്ലേക്കി ആയിട്ട്, പിന്നെ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും. ഓ, സോ ഗുഡ്. അപ്പോൾ ഇതാണ് റിപ്പബ്ലിക് സ്ക്വയർ ഓഫ് അർമേനിയ, യെരവാൻ. ഒരു പകുതി ഇവിടെ, പിന്നെ ഒരു പകുതി അവിടെ, പിന്നെ ഒരു ക്വാർട്ടർ, പിന്നെ ഒരു ക്വാർട്ടർ, പിന്നെ ഒരു ക്വാർട്ടർ ഇവിടെ. അങ്ങനെ ഒരു ചുറ്റുമുള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയ ചാറ്റൽ മഴ. ലേഫി അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇതാണ് നമ്മൾ ആ ഡോറ് കിടന്നെത്തിയിട്ട് പിന്നെ കാണുന്ന സംഭവം. ഒന്നും ഓപ്പൺ അല്ല. നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു പീസ് ഓഫ് കാഫേന്ന് നമ്മൾ ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു കിടിലം പിസയും കഴിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല പിസ്സ. അതായത് ഞാൻ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബേസ് പിസ്സയിൽ ആദ്യമായിട്ടാണ്. ഭയങ്കര ഫ്ലഫി. അപ്പോൾ we've come to the end of our trip, end of our journey. So we've reached the Cascade. ഇവിടുത്തെ സ്റ്റോറി എന്താണെന്ന് അറിയില്ല, ഒന്ന് നോക്കി. പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോറി ഒന്നും ഇല്ല. അങ്ങനെ ഫൈനലി വി ആർ ബിഡിങ് ഫെയർവെൽ ടു അർമേനിയ. യെസ്. ആൻഡ് ഹൗ ഡു യു ഫൈൻഡ് അർമേനിയ? കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ക്യൂട്ട്, ഇറ്റ്സ് എ ക്യൂട്ട് പ്ലേസ്. നമുക്ക് നല്ല ഫുഡ് കിട്ടിയിരുന്നു. അപ്പോൾ വി ആർ ക്വൈറ്റ് ഹാപ്പി അബൌട്ട് ദാറ്റ്. നല്ല നമ്മൾ 2 റെസ്റ്റോറൻറ്റ്സിൽ പോയി, രണ്ടും നല്ല ഫുഡൊക്കെ ആയിരുന്നു. സോ അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് ഹോളിഡേ എവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ
ഇത് വളരെ ഒരു ഹാപ്പനിങ് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ശരി, ബൈ, സീ യു ഇൻ ദുബായ്. ബൈ. ഒരു ക്വിക്ക് ബോണസ് വ്ളോഗ്. നമ്മൾ തന്നെ ഭയങ്കര അസ്റ്റോണിഷ്ഡ് ആയിപ്പോയി. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വി വർ ഗോയിങ് ടു ദ ഹോട്ടൽ ടു ഗെറ്റ് ആർ ബാഗ്സ്. അതിൻ്റെ ഇടയിലുണ്ട് ഈ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ അവിടെ ദ ഹോട്ട് ബലൂൺസ്. മേ ബി നമ്മൾ മിനിഞ്ഞാന്ന് ഇവിടുന്ന് കണ്ടല്ലോ ഗാർണിന്ന്. അതിൻ്റെ ബാക്കിയായിരിക്കും ഇവിടെ. ഇറ്റ് ലുക്സ് സോ നൈസ്. ഐ ഷോ യു. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്.